അപ്പോൾ ഒരു 18,000 രൂപ റേഞ്ചിൽ വരുന്ന രണ്ട് ഫോൺസാണ്. ഒന്ന് റിയൽമിയുടെ നാസോ 70 ടെർബോ എന്ന മോഡലും പിന്നെ ഒന്ന് മോട്ടറോയുടെ G85 എന്ന മോഡലും. ഇത് രണ്ടും അത്യാവശ്യം ദി ബെസ്റ്റ് ആയുള്ള രണ്ട് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺസാണ്. അപ്പം ഇത് രണ്ടിലും ഏത് ഫോണാണ് വാങ്ങേണ്ടത്, ഏതായാലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോൺസ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണൊന്ന് കമ്പയർ ചെയ്ത് ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും, ഇതിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോൺസ് എന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് പറയുകയാണെങ്കിൽ തന്നെ റിയൽമിയിലാണെങ്കിൽ ഒരു ബേസ് മോഡൽ വരുന്നുണ്ട്, അതായത് 6GB 128GB. ഇതിൻ്റെ പ്രൈസ് 16,999 ആണ്. മോട്ടറോളയിൽ ഈ ഒരു വേരിയൻറ്റ് വരുന്നില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിയൽമിയിൽ വരുന്നത് 8GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസാണ് 17,999. ഇതേ വേരിയൻറ്റ് തന്നെയാണ് മോട്ടറോള ഫോണിലും വരുന്നുണ്ട്, അതിൻ്റെയും സെയിം പ്രൈസിൽ തന്നെയാണ്. അപ്പം കുറച്ചും കൂടെ ഒരു വേറൊരു ബേസ് മോഡൽ 6GB റാം വേരിയൻറ്റ് നമുക്ക് റിയൽമിയിൽ വരുന്നുണ്ട്, മോട്ടറോള 8GB മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് ആ വേരിയൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് രണ്ടും സെയിം ആയിട്ടുള്ള വേരിയൻറ്റും സ്റ്റോറേജും, അതായത് റാം വേരിയൻറ്റും സ്റ്റോറേജൊക്കെ തന്നെ രണ്ട് ഫോണും സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇനി ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഇവിടെ റിയൽമിയുടെ ഫോണാണെങ്കിൽ തന്നെ ഒരു വെർട്ടിക്കലായിട്ടുള്ള ക്യാമറ മൊഡ്യൂളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ, ഒരു യെല്ലോ കളറൊക്കെ തന്നെ വരുന്നുണ്ട്, കാണാൻ അത്യാവശ്യം നല്ല രസം തന്നെയുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മോട്ടറോളയാണെങ്കിൽ തന്നെ വീഗൻ ലെതറായിട്ടാണ് വരുന്നത്. മോട്ടറോള ഫോൺസിൽ ഓൾറെഡി Edge50 ഫ്യൂഷനിലൊക്കെ കണ്ട ആ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് അതിൽ വരുന്നത്. രണ്ടും കാണാൻ നല്ല ലുക്കുള്ള ഫോൺ തന്നെയാണ്, അങ്ങനെ കുറ്റം പറയാനില്ല. രണ്ടും നല്ല രസമുണ്ട്, നല്ല നൈസായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് രണ്ട് ഫോണും വരുന്നത്. സോ ഇനി വെയിറ്റ് ആൻഡ് തിക്നെസ് പറയുകയാണെങ്കിൽ റിയൽമിയിലാണെങ്കിൽ 185 ഗ്രാം വെയിറ്റും 7.6 mm തിക്നെസ് വരുന്നുണ്ട്. മോട്ടറോള ഫോണാണെങ്കിൽ തന്നെ 173 ഗ്രാം വെയിറ്റും 7.6 mm തിക്നെസ്സും വരുന്നുണ്ട്. സോ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടറോള ഫോണാണ്. ഇനി ഡിസ്പ്ലേ റിയൽമിയിലാണെങ്കിൽ തന്നെ 6.67 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD OLED ആയിട്ടുള്ള 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 nits പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു റിയൽമി ഫോണിന് വരുന്നത്. ഇനി മോട്ടറോളയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD OLED ആയിട്ടുള്ള 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. 1600 nits പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് മോട്ടറോള ഫോണിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരിക്കും, ഫ്ലാറ്റ് ഡിസ്പ്ലേ വേണോ അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ വേണം എന്നുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഒരു ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ, അത് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. സോ അത് നോക്കേണ്ട ആവശ്യമില്ല. ഫ്ലാറ്റ് വേണോ അതുപോലെ തന്നെ കർവ്ഡ് വേണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ചോയ്സ് ആണ്. ഇനി ക്യാമറ റിയൽമിയിലാണെങ്കിൽ തന്നെ 15 MB ആണ് പ്രൈമറി ക്യാമറ, 2 MB ഡെപ്ത് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതര വർഷം 2024 ഇപ്പം ഡെപ്ത് ക്യാമറ ഒക്കെ പിടിച്ചിട്ട് എന്തിനാണ് ഒരു ആവശ്യമുള്ളത്, ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്യാമറ മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. ഇനി സെൽഫി ആണെങ്കിൽ തന്നെ 16 MB സെൽഫി ക്യാമറയാണ് റിയൽമി ഫോണിൽ വരുന്നത്. 4K തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി മോട്ടറോളയിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ തന്നെ 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഫോൺ നമുക്ക് 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓവറോൾഡ് പറയുകയാണെങ്കിൽ ക്യാമറ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് മോട്ടറോള ഫോണാണ്. കാരണം മറ്റേ നമുക്ക് 4K വരുന്നുണ്ട്, എന്നാൽ പോലും ഇതിൽ നമുക്കൊരു അൾട്രാ വൈഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. രണ്ടും വലിയ വ്യത്യാസമില്ല, എന്നാൽ പോലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ക്യാമറയാണ് രണ്ട് ഫോണിൽ വരുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ക്യാമറയിൽ വരുന്നില്ല. പക്ഷേ കുറച്ചും കൂടെ നമുക്കൊരു അൾട്രാ വൈഡ് സെൻസർ നമുക്കിതിൽ വരുന്നുണ്ട്, ക്യാമറയിൽ വരുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിനെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് 4K വരുന്നുണ്ട്. സോ അതാണ് വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ക്യാമറ രണ്ടും സെയിം ആണ്, എന്നാൽ പോലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാനുള്ളത് മോട്ടറോള ഫോണാണെന്നേ ഉള്ളൂ. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് ഇവിടെ വലിയ ചേഞ്ച് വരുന്നത്. അതായത് റിയൽമിയിലാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ഇനി മോട്ടറോളയിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇവിടെ വരുന്നത് നമുക്ക് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6S Gen 3 എന്ന ഒരു വീക്കറായിട്ടുള്ള ചിപ്സെറ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. സോ ഒട്ടും പെർഫോമൻസ് ഇല്ലാത്ത ചിപ്സെറ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. എന്നാൽ പോലും അങ്ങനെ വലിയ രീതിയിലുള്ള ലാഗോ കാര്യങ്ങളൊന്നും ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാവില്ല, സ്മൂത്തായിട്ടൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഈ രണ്ട് പ്രോസസ്സറും തമ്മിൽ വരുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നത് റിയൽമി ഫോണാണ്. സോ ഗെയിമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റിയൽമി ബെസ്റ്റാണ്. കാരണം ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല പെർഫോമൻസും വരുന്നുണ്ട്. മോട്ടറോളയിൽ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ റിയൽമിയിലാണെങ്കിൽ 5000 mAh ബാറ്ററിയും മോട്ടറോളയിലും 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ തന്നെ റിയൽമിയിലാണെങ്കിൽ 45 വാട്ടും മോട്ടറോളയിലാണെങ്കിൽ 33 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് വരുന്നത്
റിയൽമി ഫോണാണ്. അപ്പം ബേസിക്കലി ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഗെയിം കളിക്കാനാണ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞ് റിയൽമി നാസോ 70 ടർബോ ആണ്. എല്ലാം നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ മോട്ടറോള G85 എന്ന മോഡലിൽ ദി ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. കാരണം രണ്ടും ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. നല്ല ഡിസൈൻ രണ്ട് ഫോണും വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ രണ്ട് ഫോണും വരുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ഒരു ആവറേജ് ആണ്, എന്നാലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് റിയൽമി ഫോണാണ്. നല്ല ബാറ്ററി വരുന്നുണ്ട്, ഫാസ്റ്റ് ഞങ്ങൾക്ക് ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെന്താ ക്യാമറയും അതുപോലെ തന്നെയാണ്. അപ്പം രണ്ടും ദി ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ബട്ട് മെയിൻലി ഗെയിമിംഗ് ആണ് നിങ്ങൾ മെയിൻ പ്രിഫറൻസ്, നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് മെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ റിയൽമി നാസോ 70 ടർബോ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ക്ലാരിഫൈ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. ക്യാമറ ആണെങ്കിൽ അത് തന്നെയാണ്, രണ്ടും സെയിം ആണ്. ഒന്നിൽ 4K ഉണ്ട്, മറ്റൊന്ന് അൾട്രാ വൈഡ് ഉണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെ ഗംഭീര വ്യത്യാസം രണ്ടും തമ്മിലില്ല, രണ്ടും എടുത്താലും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.